ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രൊഡ്യൂസർ ബിഹേവിയർ ആൻഡ് സപ്ലൈ എന്നുള്ള ഭാഗമാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഡിമാൻഡ് എന്താണ്, ഡിമാൻഡ് കർവ് എന്താണ്, ഡിമാൻഡ് ഷെഡ്യൂൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ പ്രൊഡ്യൂസർ ബിഹേവിയർ ആൻഡ് സപ്ലൈ എന്നുള്ള ഭാഗത്താണ് പോകുന്നത് കേട്ടോ. ആദ്യം നമ്മൾ എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് നോക്കാം. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇൻപുട്ടുകളെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വഴി നമ്മൾ ഔട്ട്പുട്ടിലാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ്. സോ നമുക്കിങ്ങനെ പറയാം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട് അല്ലെ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ സഹായത്തോടെ ഇൻപുട്സിനെ നമ്മൾ എന്താക്കി മാറ്റുകയാണ്, ഔട്ട്പുട്സ് ആക്കി മാറ്റുന്ന ആ ഒരു ഫംഗ്ഷൻ. സോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഓർ എന്റർപ്രണർഷിപ്പ്. ദാറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത്രയാണ് ടെക്നിക്കലി ഓർ മാത്തമാറ്റിക്കലി റിലേഷൻഷിപ്പ് ദാറ്റ് ഷോസ് ഹൗ ഇൻപുട്സ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ഔട്ട്പുട്സ്. ഓക്കെ, എങ്ങനെയാണ് ഇൻപുട്സിനെ ഔട്ട്പുട്സ് ആക്കി ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻസ് മാക്സിമം ഔട്ട്പുട്ട് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം എ ഗിവൺ സെറ്റ് ഓഫ് ഇൻപുട്സ് അണ്ടർ എ ഗിവൺ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി. അപ്പൊ നമുക്ക് ഇതിനെ ഒന്നും കൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, ഗിവൺ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജിയിലെ ഗിവൺ ഇൻപുട്ടിന്റെ സഹായത്തോടെ, ഗിവൺ ഇൻപുട്സിന്റെ സഹായത്തോടെ ഹൗ വി ക്യാൻ പ്രൊഡ്യൂസ് മാക്സിമം ഔട്ട്പുട്ട്. ടെക്നിക്കലി ഇത്രയേ ഉള്ളൂ. ഇൻപുട്സിനെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വഴി വി ആർ ട്രാൻസ്ഫോമിങ് ഇൻ ടു ഔട്ട്പുട്ട്. ഓക്കെ, അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. ദെൻ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമ്മൾ മാത്തമാറ്റിക്കലി ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. ക്യൂ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ലേബർ, ക്യാപിറ്റൽ, പിന്നെ അവിടെ റോ മെറ്റീരിയൽസ്, ടെക്നോളജി, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ക്യൂ ഇസ് എ ഫംഗ്ഷൻ ഓഫ് LKRT. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലേബർ, വർക്കേഴ്സ്, വർക്കിംഗ് ഹവേഴ്സ്. ഇതിപ്പോ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്പുട്ട്, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. ഈ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഡിപ്പെൻസ് ഓൺ ആസ് എ ഫംഗ്ഷൻ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ലേബറിനെ, ക്യാപിറ്റലിനെ, റോ മെറ്റീരിയൽസിനെ, ടെക്നോളജിനെ ആണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ഓക്കെ, ഇപ്പൊ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ജനറലി എക്സ്പ്രസ്ഡ് ആസ് Q is equal to function of LKRT. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. രണ്ട് ടൈപ്പ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വി ഹാവ് ടു സ്റ്റഡി: ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പൊ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ അർത്ഥം, ഒരു ഇൻപുട്ട് ഫിക്സഡ് ആയി വെച്ച് ബാക്കിയുള്ള ഇൻപുട്സിനെയൊക്കെ നമ്മൾ വാരിയബിൾ ആയിട്ട്, അതായത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിക്കാണ് പറയുന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഇൻപുട്ടിനെ വി ആർ കീപ്പിംഗ് ഇറ്റ് ആസ് ഫിക്സഡ് ആൻഡ് റിമൈനിങ് ഇൻപുട്സ് ആർ ബി varied and other inputs can be varied. For example, a factory may have fixed number of machines but can hire more or fewer workers, labor. അപ്പൊ ഇതാണ് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ഫാക്ടറി നടത്തുകയാണ്. അപ്പൊ ആ ഫാക്ടറിയിൽ ഒരു ഫാക്ടറി ഫിക്സഡ് ആയിട്ട് വെക്കേണ്ടി വരും. അതായത് നമ്മളിപ്പോൾ നമ്മുടെ മെഷീൻസിനെ ഫിക്സഡ് ആയി വെച്ചു, പക്ഷെ ലേബേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ 5 തൊഴിലാളികളെയോ 8 തൊഴിലാളികളെയോ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റും അല്ലേ. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ ആണ്. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷനെ നമ്മൾ റിട്ടേൺസ് ടു ഫാക്ടർ എന്നും പറയും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇതുപോലെ ഒരു ഫാക്ടറിനെ ഫിക്സഡ് ആക്കിയിട്ടും മറ്റുള്ള ഫാക്ടറിനെ വേരിയബിൾ ഒക്കെ ആക്കുന്ന സമയത്ത് നമ്മുടെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് പറയുന്നത്. 3 ചേഞ്ചസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും വിത്ത് ഇൻക്രീസ് ഇൻ വേരിയബിൾ ഇൻപുട്ട്, ബട്ട് ആഫ്റ്റർ സർട്ടൻ പോയിന്റ് ഡിമിനിഷ് ചെയ്യാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ, ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ ഷോർട്ട് റൺ അല്ലെ. ഷോർട്ട് റണ്ണിലാണ് ഓപ്പറേറ്റ് ചെയ്യുക. വൺ ഇൻപുട്ട് ഇസ് വേരിയബിൾ ആൻഡ് അതേഴ്സ് ആർ ഫിക്സഡ്. ഓക്കെ, ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷനിൽ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഒരു ഇൻപുട്ടിനെ നമ്മൾ വേരിയബിൾ ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് പഠിക്കുന്നത്. ഷോർട്ട് റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ഫിക്സഡ് ആയിട്ട് വെച്ചു, അതേഴ്സ് വേരിയബിൾ എന്ന് പറഞ്ഞു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ. അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജി ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ ആണ്. അപ്പോൾ ഈ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഒരു വേരിയബിൾ ഫാക്ടറിനെ മാത്രം മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള ഫാക്ടേഴ്സിനൊക്കെ ഫിക്സഡ് ആക്കി വെക്കും. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഔട്ട്പുട്ടിൽ വരുന്ന മാറ്റങ്ങൾ എന്നാണ് നോക്കുന്നത്. അപ്പൊ സ്റ്റേജസ് ഓഫ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷനിൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു ഫാക്ടർ, ഡിമിനിഷിങ് റിട്ടേൺസ് ടു ഫാക്ടർ, നെഗറ്റീവ് റിട്ടേൺസ് ടു ഫാക്ടർ, ഈ 3 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ എന്താണോ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പഠിച്ചു അല്ലേ. അപ്പൊ നമ്മൾ ഔട്ട്പുട്ടിന്റെ കാര്യം പറഞ്ഞു അല്ലേ. അപ്പൊ ഔട്ട്പുട്ട് കൂടിക്കൊണ്ടേയിരിക്കും. ഈ ഒരു വേരിയബിൾ ഫാക്ടറിൽ മാത്രം മാറ്റം വരുത്തുമ്പോൾ ഔട്ട്പുട്ട് എന്താ ചെയ്യുന്നത്? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ ഒന്ന് പറഞ്ഞാൽ ഡിമിനിഷിങ് റിട്ടേൺസ് ടു ഫാക്ടർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും, പക്ഷേ ഡിക്രീസിങ് റേറ്റിൽ വർധനവുണ്ടാവും. പക്ഷെ ആ വർധനവ് എന്താണ്? വളരെ കുറഞ്ഞ രീതിയിലാണ് വർധനവുണ്ടാവുക. അതാണ് ഡിക്രീസിങ് റേറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത് നെഗറ്റീവ് റിട്ടേൺസ് ടു ഫാക്ടർ ആണ്. ഇവിടെ ഔട്ട്പുട്ട് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും.
അപ്പൊ നമുക്ക് വിശദമായിട്ട് ഇതൊന്ന് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തത വരും. ആദ്യത്തെ ഇൻക്രീസിങ് റിട്ടേൺസ് ടു ഫാക്ടർ എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, ഒരു വേരിയബിൾ ഫാക്ടറിൽ മാത്രം മാറ്റം വരുത്താണ്. വി ആർ മേക്കിംഗ് ചേഞ്ചസ് ഇൻ വൺ വേരിയബിൾ ഫാക്ടർ. സോ വി ആർ ടേക്കിംഗ് ദ വേരിയബിൾ ഫാക്ടർ ആസ് ലേബർ. നമ്മളെ എക്സാമ്പിളിൽ നമ്മൾ വേരിയബിൾ ഫാക്ടറായ ലേബറിൽ മാത്രം മാറ്റം വരുത്തുമ്പോൾ ടോട്ടൽ ഔട്ട്പുട്ടിൽ എങ്ങനെയാണ് മാറ്റം വരുന്നതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ടോട്ടൽ ഔട്ട്പുട്ടിൽ മാറ്റം വരും. ഇതെന്താ കാരണം വെച്ചാൽ ദർ ഈസ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് ഫാക്ടർ. നമ്മുടെ ഫിക്സഡ് ഫാക്ടറായ ലാൻഡിൽ നമ്മൾ അത്ര അണ്ടർ യൂട്ടിലൈസ് ചെയ്യുന്നത് ആ കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് എക്സാമ്പിളിൽ പറയുമ്പോൾ മനസ്സിലാവും. നമ്മുടെ കൃഷി, നമ്മുടെ ഒരു പാടം, നമ്മളൊരു പാടം ഫീൽഡ് നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് കുറച്ചൊരു ഏക്കർ സ്ഥലമുണ്ട്, ഒരു 5 ഏക്കർ സ്ഥലമാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ഈ 5 ഏക്കർ സ്ഥലത്തിൽ നമ്മൾ തൊഴിലാളികളുടെ എണ്ണം മാത്രം കൂട്ടാണ്. നമ്മുടെ അവിടെ ഒരു 10 തൊഴിലാളികളാണ് ഈ 5 ഏക്കർ സ്ഥലത്ത് പണിയെടുക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം നമ്മളത് ലാൻഡ് നമ്മുടെ ഫിക്സഡിന് 5 ഏക്കർ തന്നെയാണ്. പക്ഷെ നമ്മൾ തൊഴിലാളികളെ പെട്ടെന്ന് തന്നെ 10 എന്നുള്ളത് 20 ആക്കി. അങ്ങനെ 20 ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ടിവിറ്റി ഫസ്റ്റ് സ്റ്റേജിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുക. അപ്പം നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ക്ലിയർ ആയിട്ട്. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് റിട്ടേൺസ് ടു ഫാക്ടർ, whatever we call it, operates in short run. Law of variable proportion means one factor is varied and other factors are being kept fixed. In our example, we are varying what factor? Only we are varying the factor labor. Okay, നമ്മൾ ലേബർ എന്ന് പറഞ്ഞ ഫാക്ടറിനെ മാത്രം വാരി ചെയ്യാണ്, ലാൻഡിനെ ഫിക്സഡ് ആയി വെക്കുകയാണ്. സോ ഫസ്റ്റ് സ്റ്റേജ് what happens is that increase in productivity. That is why it is increasing returns to factor. Second stage what happens? Diminishing returns to factor. And as more labor is added, output still increases but it is slower, right? അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ടിൽ വർധനവുണ്ടാവും, പക്ഷെ ആ വർധനവ് വളരെ ചെറിയ രീതിയിലുള്ള വർധനവായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു 5 ഏക്കർ ഭൂമി, 5 ഏക്കർ ഭൂമിയിൽ 10 എന്നുള്ളത് 20 ആക്കി തൊഴിലാളികളെ. അപ്പൊ നമുക്ക് 2 മാസം വെച്ച് അല്ലെങ്കിൽ ഓരോ മാസം കിട്ടുന്ന ഈൽഡ് എന്ന് പറയുന്നത് 50, 100, 150 അങ്ങനെ ആയിരുന്നു ആദ്യത്തെ സ്റ്റേജിന്റെ കാര്യം പറയാം. രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ ഇതേപോലെ 10-20 തൊഴിലാളികളിൽ നിന്ന് വീണ്ടും 30 തൊഴിലാളികളാക്കുമ്പോൾ അപ്പോഴും നമുക്ക് വർധനവ് ഉണ്ടാവും, പക്ഷെ ഓരോ മാസവും നമുക്ക് കിട്ടുന്ന ഈൽഡ് 50, 55, 60, 65 അങ്ങനെ വളരെ കൂടുന്നുണ്ടോ, ഔട്ട്പുട്ട് കൂടുന്നുണ്ട്, പക്ഷെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന വർധനവ് വളരെ കുറഞ്ഞ രീതിക്കാണ് വർധനവ് ഉണ്ടാവുന്നത്. സോ ദാറ്റ് ഈസ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു ഫാക്ടർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഒരു ഡയഗ്രാം കൂടി ഉണ്ട്, അത് വരും. അതാണ് ഇവിടെ പോയിന്റ് A, B എന്നൊക്കെ പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയോ? പിന്നെ മൂന്നാമത്തേതാണ് നെഗറ്റീവ് റിട്ടേൺസ് ടു ഫാക്ടർ. അപ്പൊ വീണ്ടും നമ്മൾ തൊഴിലാളികളുടെ എണ്ണം ഇപ്പൊ 10 ആയിരുന്നു, അത് 20 ആക്കി, 20 30 ആക്കി, 30 വീണ്ടും 50 ആക്കുമ്പോൾ വീണ്ടും നമുക്ക് ഔട്ട്പുട്ടിൽ വർധനവല്ല ഉണ്ടാവുക. അവിടെ എന്താ ഉണ്ടാവുക, നമ്മുടെ ഔട്ട്പുട്ടിൽ നമുക്ക് മുമ്പ് 50% ഈൽഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് എന്തായിട്ട് മാറാണ്, 45% കുറയുകയാണ് ചെയ്യുന്നത്. ഏത് ഫാക്ടറിൽ മാത്രം വീണ്ടും വർധനവ് ഉണ്ടാക്കുമ്പോൾ, വേരിയബിൾ ഫാക്ടറിൽ. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ തൊഴിലാളികൾ വളരെയധികം അല്ലെ, 50 തൊഴിലാളികളായി, ഇവർ തമ്മിൽ പരസ്പരം എന്താണ്, ഓവർ ക്രൗഡഡ് ആണ്, ഓവർ യൂട്ടിലൈസേഷൻ ആണ്. ഫിക്സഡ് റിസോഴ്സസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിനുശേഷം വീണ്ടും 5 ഏക്കറിൽ ഒരു മാറ്റം വരുത്താതെ തൊഴിലാളികളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തുമ്പോൾ എന്താ സംഭവിക്കുന്ന, ഔട്ട്പുട്ട് ഫോൾ ചെയ്യാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ 3 സ്റ്റേജസ് ആയിട്ട് നമുക്ക് ഡയഗ്രാമിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് സ്റ്റേജിൽ ഗ്രീൻ ലൈനിന്റെ എൻഡ് ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഔട്ട്പുട്ട് ടോട്ടൽ പ്രോഡക്റ്റിനെ, ഔട്ട്പുട്ടിനെ നമ്മൾ എവിടെയാണ് മെഷർ ചെയ്യുന്നത്, Y ആക്സിസിലും. വേരിയബിൾ ഇൻപുട്സിനെ നമ്മൾ എവിടെയാണ് മെഷർ ചെയ്യുന്നത്, X ആക്സിസിലുമാണ് മെഷർ ചെയ്യുന്നത്, X ആക്സിസിലും കേട്ടോ. അപ്പൊ ആദ്യത്തെ സ്റ്റേജിൽ നമ്മുടെ ഇൻപുട്ട് കൂട്ടുന്നതനുസരിച്ച് ഔട്ട്പുട്ടിൽ വർധനവ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്, 10, 20, 30, 40, 50 അങ്ങനെ പോയിട്ട്. അതിനുശേഷവും വീണ്ടും നമ്മൾ എന്ത് ചെയ്യാന്ന്, നമ്മുടെ ഇൻപുട്ട് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. 4, 5 ഒക്കെ ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അത് മാക്സിമം അതിന്റെ യൂട്ടിലൈസേഷൻ എത്തി. അതിനുശേഷം പിന്നെ തേർഡ് സ്റ്റേജിൽ അത് ഡിമിനിഷ് ചെയ്യാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം ഈ 7 എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടേക്ക് എത്തുമ്പോഴേക്കും മാക്സിമം പോയിന്റിന് ശേഷം തേർഡ് സ്റ്റേജ് തുടങ്ങി. തേർഡ് സ്റ്റേജിന്റെ ഒരു തുടക്കമാണ് ഇവിടെ മാക്സിമം പീക്ക് ലെവലിന് ശേഷം. അപ്പൊ സെക്കൻഡ് സ്റ്റേജിലാണ് പീക്ക് ലെവൽ ഉള്ളത്. അതിനുശേഷം പീക്ക് ലെവൽ പ്രൊഡക്ഷൻ നിന്ന് ഏറ്റവും ഉയർന്ന പ്രൊഡക്ഷൻ വീണ്ടും താഴോട്ടാണ് വരുന്നത്. ടോട്ടൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഔട്ട്പുട്ട്.
ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് കിടക്കണം. സോഫാർ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. രണ്ട് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്, ഷോർട്ട് റണ്ണും ലോങ് റണ്ണും. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഏത് ഇതാണെന്ന് വെച്ചാൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഇവിടെ വേരിയബിൾ ആണ്. നമ്മുടെ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ എന്ത് സംഭവിക്കുന്നു, ഒരു ഫാക്ടർ ഫിക്സഡ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഒരെണ്ണം മാത്രമേ വേരിയബിൾ ഉള്ളൂ, ബാക്കി എല്ലാം ഫിക്സഡ് ആണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം വേരിയബിൾ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഒരു ദീർഘകാലത്തിൽ നമുക്ക് എല്ലാ ഫാക്ടേഴ്സിനെയും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ നമുക്ക് ഈ 5 ഏക്കർ ഭൂമി 10 ഏക്കർ ഭൂമി ആക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഫിക്സഡ് ഫാക്ടറായ ഒരു മെഷീൻ ആണെന്ന് വിചാരിക്കുക, വീണ്ടും ഒരു മെഷീൻ മേടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ദീർഘകാലത്തിൽ 10-20 വർഷത്തിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഒരു 5 ഏക്കർ ഭൂമിയും കൂടി മേടിക്കാം അല്ലെ. അപ്പം ലോങ് റണ്ണിലെ എല്ലാ ഫാക്ടേഴ്സിനെയും നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അത് ലാൻഡ് ആയിക്കോട്ടെ, ഏത് ഫാക്ടേഴ്സിൽ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും, വേരിയബിൾ ആക്കി മാറ്റാൻ പറ്റും. സോ ലോങ് റണ്ണിലെ ഫേം ഹാസ് ഇനഫ് ടൈം ടു ചേഞ്ച് ദ ക്വാണ്ടിറ്റി ഓഫ് ഓൾ ഇൻപുട്സ്. സോ ദർ ആർ നോ ഫിക്സഡ് ഫാക്ടേഴ്സ് ഇൻ ദ ലോങ് റൺ. ലോങ് റണ്ണിൽ ഫിക്സഡ് ഫാക്ടേഴ്സ് ഉണ്ടാവില്ല. എല്ലാ ഫാക്ടേഴ്സും എന്തായിരിക്കും, വേരിയബിൾ ഫാക്ടേഴ്സ് ആയിരിക്കും. ഇൻ ദ ലോങ് റൺ ഓൾ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ ഫാക്ടേഴ്സ്. ഓക്കെ, ഇവിടെയും നമുക്ക് ഔട്ട്പുട്ടിന്റെ വർധനവ് 3 രീതിയിലുണ്ട്. ഔട്ട്പുട്ട് ഇൻക്രീസസ് ആസ് ഇൻപുട്ട് ഇൻക്രീസസ്. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും ഇൻപുട്ട് കൂടുന്നതനുസരിച്ച്. ബട്ട് ദ പ്രപ്പോർഷൻ ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് മേ വാരി. ഓക്കെ, ഇപ്പോൾ ഈ ഫംഗ്ഷൻ റിലേഷൻഷിപ്പ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഇവിടെ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഇവിടെ എന്താ പ്രത്യേകത, ലേബറും ക്യാപിറ്റലും വേരിയബിൾ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഇവിടെ നോ ഫിക്സഡ് ഇൻപുട്സ് ഇൻ ദ ലോങ് റൺ. ഓക്കെ, അപ്പൊ അതാണ് കാര്യം. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ ഫാക്ടേഴ്സും വേരിയബിൾ ഫാക്ടേഴ്സ് ആണ്. ദർ ഈസ് നോ ഫിക്സഡ് ഫാക്ടേഴ്സ് ഇൻ ദ ലോങ് റൺ. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഇതിലെ 3 സ്റ്റേജസ്. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമ്മൾ റിട്ടേൺസ് ടു സ്കെയിൽ എന്നാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവിടെ 3 റിട്ടേൺസ് ടു സ്കെയിൽ ആണ് പഠിക്കാനുള്ളത്. ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, ഓക്കെ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പൊ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ഇവിടെ എല്ലാ ഇൻപുട്സും സെയിം പ്രൊപ്പോർഷനിൽ ഇൻക്രീസ് ചെയ്ത ഔട്ട്പുട്ട് ഇൻപുട്ടിൽ ഉണ്ടാവുന്ന വർധനവിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന വർധനവ് ഉണ്ടാവും. ഇതിനെ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നാണ് പറയാം. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ ലേബറും ക്യാപിറ്റലും 2 ഇൻപുട്സ് ആണ്. ഇത് വേരിയബിൾ ഫാക്ടേഴ്സ് ആണ് അല്ലെ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ. അപ്പൊ ലേബർ 10 നിന്നും 20 ആക്കി, ക്യാപിറ്റൽ 10 നിന്നും 20 ആക്കി. അപ്പൊ ഔട്ട്പുട്ടില് ഇൻപുട്ട് 100% അവിടെ വർധനവെങ്കിൽ, അതായത് ഔട്ട്പുട്ട് ഇൻക്രീസ് ബൈ 150%. ഇൻപുട്ടിൽ 100% വർധന ഉണ്ടാവില്ല, പക്ഷെ ഔട്ട്പുട്ടിൽ 50% അധികം വർധനവ് ഉണ്ടായി. അതുകൊണ്ട് ഇതിനെ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നാണ് പറയുക. ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ എത്രയുള്ളൂ, ഇൻപുട്ടുകളിൽ ഉണ്ടാവുന്ന വർധനവിനേക്കാൾ കൂടുതൽ എന്തിൽ വർധനവുണ്ടായി, ഔട്ട്പുട്ടിൽ വർധനവുണ്ടായി. ഓക്കെ, ഇനി രണ്ടാമത്തത്, അതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കൂട്ടാ. അപ്പൊ ഇതെന്താ വെച്ചാൽ വർക്കേഴ്സ് കൂടുതൽ സ്കിൽഡ് ആവാണ്, മെഷീൻസ് അതിന്റെ ഫുൾ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യാണ്. പിന്നെ ഓരോ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ ഓരോ സ്പെഷ്യലൈസേഷൻ ഓഫ് ലേബേഴ്സ് ഉണ്ടാവും. അതിനനുസരിച്ച് ഫങ്ഷൻ ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ ഔട്ട്പുട്ടിൽ കൂടുതൽ വർധനവ് ഉണ്ടായിട്ടുള്ളത്. രണ്ടാമത് വന്നത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ഇവിടെ when all inputs are increased in the same proportion, output also increase in the same proportion. ഇൻപുട്ടിൽ ഉണ്ടാവുന്ന അതേ തോതിൽ തന്നെയാണ് ഔട്ട്പുട്ടിലും വർധനവ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നാണ് പറയാ. ഓക്കെ, പിന്നെ മൂന്നാമത് ഇവിടെ എന്താ വെച്ചാൽ, കാരണം എന്താ വെച്ചാൽ ഫേമിന്റെ മാക്സിമം കപ്പാസിറ്റി എത്തി, അതുകൊണ്ട് ആണ് ഇങ്ങനെ. പിന്നെ ഇൻപുട്ടിന്റെ വേസ്റ്റേജ് ഒന്നുമില്ല, മാക്സിമം യൂട്ടിലൈസേഷൻ ആണ്. ഇതുകൊണ്ടാണ് നമ്മുടെ എന്താ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ഇവിടെ ഇൻപുട്ടിൽ ഉണ്ടാവുന്ന വർധനവിനേക്കാൾ കുറവാണ് ഔട്ട്പുട്ടിൽ വർധനവ് ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, ഇൻപുട്ട് നമ്മൾ വീണ്ടും 10 നിന്ന് 20 ആക്കി, ലേബറും ക്യാപിറ്റലും കൂട്ടി, പക്ഷെ അവിടെ ഔട്ട്പുട്ട് എത്രമാത്രം കൂടിയുള്ളൂ, 80% മാത്രമേ കൂടിയുള്ളൂ ഔട്ട്പുട്ട്. ഇൻപുട്ട് 100% വർദ്ധിപ്പിച്ചു, പക്ഷെ ഔട്ട്പുട്ടിൽ നമുക്ക് എത്ര വർധനവേ ഉണ്ടായുള്ളൂ, 80% വർധനവ് മാത്രമേ ഉണ്ടായുള്ളൂ. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടി ടു കൺട്രോൾ ലാർജ് ഫേംസ്, മാനേജ്മെന്റ് ഇൻഎഫിഷ്യൻസി എന്നാണ് പറയുന്നത്. ലാർജ് ഫേംസിനെ കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഇൻപുട്ട് വർദ്ധിപ്പിച്ചപ്പോഴും ഔട്ട്പുട്ടിൽ എന്തുണ്ടായില്ല, വർധനവ്. ഇൻപുട്ടിൽ വർദ്ധിപ്പിച്ചതിന്റെ അത്ര തന്നെ വർധനവ് ഔട്ട്പുട്ടിൽ ഉണ്ടായില്ല. റോ മെറ്റീരിയൽസ് കിട്ടാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് സ്കേഴ്സ് ആയതുകൊണ്ടും, പിന്നെ ലാർജ് നമ്പർ ഓഫ് വർക്കേഴ്സിനെ കോർഡിനേറ്റ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഒക്കെയാണ്
എന്തുണ്ടായത്, ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ഉണ്ടായത്. അപ്പോൾ നമ്മൾ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒന്നുകൂടി ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഫാക്ടേഴ്സും വേരിയബിൾ ഫാക്ടേഴ്സ് ആണ്. ദർ ഈസ് നോ ഫിക്സഡ് ഫാക്ടേഴ്സ്. അപ്പം നമ്മൾ ഇതിനെ മാത്തമാറ്റിക്കലി ഇങ്ങനെ പറയാം, ക്യൂ ഔട്ട്പുട്ട് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ വേർ ബോത്ത് ലേബർ ആൻഡ് ക്യാപിറ്റൽ ആർ വേരിയബിൾ ഫാക്ടേഴ്സ്. ഹിയർ 3 റിട്ടേൺസ് ടു സ്കെയിൽ ആണ് ഓപ്പറേറ്റ് ചെയ്യുക. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആൻഡ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ മീൻസ് വെൻ വി ഇൻക്രീസ് ദ ഇൻപുട്ട് അല്ലെ, അല്ലെങ്കിൽ ഇപ്പോഴും ക്യാപിറ്റൽ നമ്മളൊരു പ്രപ്പോർഷനിൽ ഇൻക്രീസ് ചെയ്ത ആ പ്രപ്പോർഷനേക്കാൾ കൂടുതൽ, ഇപ്പൊ 100% വർദ്ധിപ്പിച്ചു, പക്ഷേ 250% ഇതിൽ വർധനവ്, അല്ലെങ്കിൽ 150% ഇതിൽ വർധനവുണ്ടായ 100% ഇൻക്രീസ് ഇൻപുട്ടിൽ ചെയ്ത 250% ഇൻക്രീസ് ആണ് ഇതിലുണ്ടാവുന്നത്, നമ്മുടെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ 150% വർധനവ്, 100% ഇൻപുട്ടിൽ വർദ്ധിപ്പിച്ചാൽ 150%ആണ് ഏതിൽ വർധനവ് ഉണ്ടായിരിക്കുന്ന, ഔട്ട്പുട്ടിൽ വർധനവ് ഉണ്ടായത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ്, മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് അല്ലെ. എല്ലാ റിസോഴ്സസും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ്, മെഷീൻസിനൊക്കെ ഫുൾ കപ്പാസിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യാണ്. അതാണ് കാരണം. കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേം അതിന്റെ മാക്സിമം ഒപ്റ്റിമം കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇൻപുട്ടിൽ ഉണ്ടാവുന്ന അതേ തോതിൽ തന്നെയാണ് ഔട്ട്പുട്ടിലും വർധനവ് ഉണ്ടാവുക. നേരെ മറിച്ച് ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൽ ഉണ്ടായ വർധനയേക്കാൾ കുറവാണ് ഔട്ട്പുട്ടിൽ വർധനവ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ 100%ആണ് ലേബറും ക്യാപിറ്റലും വർദ്ധിപ്പിച്ചത്, പക്ഷെ 80% മാത്രമേ ഔട്ട്പുട്ടിൽ വർധനവ് ഉണ്ടായുള്ളൂ. അതിന്റെ ഒരു കാരണം എന്താണ്, മാനേജ്മെന്റ് ഇൻഎഫിഷ്യൻസി. ഒരു മൊത്തം ഫേമിലെ മാനേജ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി ടു കൺട്രോൾ ലാർജ് ഫേംസ്, ലിമിറ്റഡ് റിസോഴ്സസ്, അതായത് നമ്മുടെ റോ മെറ്റീരിയൽസ് കിട്ടാനുള്ള ആ ഒരു ബുദ്ധിമുട്ട്, സ്കേഴ്സ്. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയി. നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞു, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, വി ഓൾസോ സ്റ്റഡീഡ് അബൌട്ട് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇനി നമ്മൾ ടോട്ടൽ പ്രോഡക്റ്റ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫേഴ്സ് ടു ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഗൂഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫേം യൂസിങ് എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്സ്. ടോട്ടൽ പ്രോഡക്റ്റ് നമ്മളിപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് കർവ് വെച്ചിട്ടാണ് നമ്മുടെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പറഞ്ഞിട്ടുള്ളത്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏത് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലാണ്, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലാണ്. അവിടെ നമ്മൾ ഒരു ഫാക്ടറിനെ മാത്രം വേരിയബിൾ ആക്കി ബാക്കിയുള്ളതിനെ എല്ലാം ഫിക്സഡ് ആക്കി വെച്ചിട്ടുള്ള സംഭവമാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, അല്ലെങ്കിൽ ലോ ഓഫ് റിട്ടേൺസ് ടു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആ കർവ് ഇങ്ങനെ ആദ്യത്തെ സ്റ്റേജിൽ എന്താണ്ടായ, ടോട്ടൽ പ്രൊഡക്റ്റ് കർവ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാണ് അല്ലെ. നമ്മൾ ഇൻപുട്ടായ വേരിയബിൾ ഫാക്ടറിൽ മാത്രം, നമ്മൾ ആ കൃഷിഭൂമിയെ കുറിച്ച് ആലോചിക്കുക. 5 ഏക്കർ കൃഷിഭൂമി ഉണ്ട്, അപ്പൊ അവിടെ 10 ലേബേഴ്സ് ഉണ്ടാകുന്നത് ഒറ്റയടിക്ക് 20 ലേബേഴ്സ് ആകുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ടും ടോട്ടൽ പ്രോഡക്റ്റ് വർദ്ധിക്കുന്നു. ആ ടോട്ടൽ പ്രൊഡക്റ്റ് കർവാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ലോ ഓഫ് വേരിയബിൾ ഫാക്ടേഴ്സ് നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് വെക്കുക. അപ്പൊ ഈ ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ അഡീഷണൽ ഉണ്ടാവുന്ന മാർജിനൽ പ്രൊഡക്റ്റിനെ, സം ടോട്ടൽ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ മാർജിനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ വേരിയബിൾ ഫാക്ടർ ലേബർ ആണ്. അതുകൊണ്ടാണ് ടോട്ടൽ പ്രൊഡക്റ്റിനെ ഫംഗ്ഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആകെ മൊത്തം എന്തിലാണോ മാറ്റം വരുത്തിയിട്ടുള്ളത്, മാർജിനൽ എന്ന് പറഞ്ഞാൽ എക്കണോമിക്സിൽ അഡീഷണൽ എന്നാണ് അർത്ഥം. സോ അഡീഷണൽ ആയിട്ട് എത്ര ലേബേഴ്സ് ആണ് വരുത്തിയിട്ടുള്ളത്, മാറ്റം വരുത്തിയത്, ആ ലേബേഴ്സിന്റെ എല്ലാം സം ടോട്ടൽ ആണ് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. മാർജിനൽ പ്രൊഡക്റ്റിന്റെ സമ്മേഷൻ ആണ് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ടിൽ മാറ്റം വരിക, ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബർ ആഡ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഔട്ട്പുട്ടിൽ മാറ്റം വരുന്നത്, അതാണ് മാർജിനൽ പ്രൊഡക്റ്റ്. മാർജിനൽ മീൻസ് അഡീഷണൽ ലേബർ. 10 എന്നുള്ളത് 11 ആക്കുമ്പോൾ എത്രയാണോ ടോട്ടൽ പ്രൊഡക്റ്റിൽ മാറ്റം വന്നത്, അതായത് എത്രയാണോ മാറ്റം, ആ മാറ്റത്തെയാണ് നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്, അതായത് ഔട്ട്പുട്ടിൽ എത്ര മാറ്റം വന്നു. ഇപ്പോൾ 10 തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്, 11ാമതൊരു തൊഴിലാളിയും കൂടി വന്നപ്പോൾ ഔട്ട്പുട്ടിൽ എത്രത്തോളം വർധനവുണ്ടായി, ഇനി എന്താണ് മാറ്റം വന്നത്, അതിനെയാണ് മാർജിനൽ പ്രൊഡക്റ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ദെൻ ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് ലേബർ യൂസ്ഡ്. ഓരോ ഔട്ട്പുട്ട്, ഓരോ തൊഴിലാളികൾക്കും ഒരാൾക്ക് എത്രയാണ് അവരുടെ ഔട്ട്പുട്ട്, അതാണ് എന്ത് കാണിക്കുന്നത്, ആവറേജ് പ്രൊഡക്റ്റ് കാണിക്കുന്നത്. ഇവിടെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യം മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും തമ്മിലുള്ള റിലേഷൻ ഒക്കെയാണ് ചോദിക്കാറ്. അപ്പൊ നമുക്ക് ആ ഡയഗ്രാമിലേക്ക് പോവാം. മാർജിനൽ പ്രൊഡക്റ്റ് കർവ് കാണിക്കുന്നത് കണ്ടോ, ഒരു അഡീഷണൽ നമ്മുടെ പ്രോഡക്റ്റിൽ ഉണ്ടാവുന്ന ഓരോ വർധനവ്, അഡീഷണൽ പ്രോഡക്റ്റ് ആണ് മാർജിനൽ പ്രൊഡക്റ്റ് കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ മാർജിനൽ പ്രൊഡക്റ്റ് ആണ് ഈ റെഡ് ഇങ്ങനെ ഒരു ലൈനിൽ കാണിച്ചിട്ടുണ്ട്. ആ ലൈനിന്റെ ഏറ്റവും പീക്ക് പോയിന്റിൽ മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. അതിന് താഴെയുള്ള ബ്ലൂ ലൈനിൽ ഇങ്ങനെ ലൈനാണ് എന്ത് കാണിക്കുന്നത്, ആവറേജ് പ്രൊഡക്റ്റ് കാണിക്കുന്നത്. അപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റിന്റെ ഏറ്റവും
പീക്ക് പോയിന്റ് ഉണ്ടോ അവിടെ മാക്സിമം പ്രൊഡക്ടിവിറ്റിയാണ്. അപ്പൊ മാക്സിമം പ്രൊഡക്ടിവിറ്റി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യില്ല അല്ലെ, വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഞാനൊരു റെഡ് ലൈൻ ഇങ്ങനെ താഴേക്ക് വരച്ചിട്ടില്ല, ഇതാണ് ഇന്റർസെക്ഷൻ. ആക്ച്വലി ഈ ഗ്രീൻ ലൈൻ അല്ല ഇന്റർസെക്ഷൻ കേട്ടോ, അപ്പൊ ഈ റെഡ് ലൈനാണ് ഇന്റർസെക്ഷൻ. മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ് ആണ് ഒപ്റ്റിമൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിനുശേഷം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആവറേജ് പ്രൊഡക്റ്റിനേക്കാളും താഴെയാണ് നമ്മുടെ ഏത് വരുന്നത്, മാർജിനൽ പ്രൊഡക്റ്റ് വരുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് എ നമ്മുടെ അഡീഷണൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ആവറേജ് പ്രൊഡക്ടിവിറ്റിയേക്കാൾ താഴെയാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ഫെയർ. അപ്പൊ ഇവിടെ നമുക്ക് റിലേഷൻ ഇങ്ങനെ തന്നെ പറയാം, മാർജിനൽ പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റിനേക്കാളും മുകളിലാവുന്ന സമയത്ത്, ഈ ഡയഗ്രാം നിങ്ങൾ നല്ലപോലെ പഠിച്ചു വെക്കുക. ഈ ഗ്രീൻ ലൈൻ വേണ്ട കേട്ടോ, അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ നോക്കി പറ്റാത്തതുകൊണ്ടാണ് അവിടെ വെച്ചേക്കണത്. അപ്പോൾ ഈ മാർജിനൽ പ്രോഡക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ആവറേജ് പ്രോഡക്റ്റ്, ഈ ഡയഗ്രാം നിങ്ങൾ നന്നായി പഠിച്ചു വെക്കുക. അഡീഷണൽ പ്രോഡക്റ്റ്, അഡീഷണലി നമുക്ക് കിട്ടുന്ന ഉൽപ്പാദനം ആവറേജ് യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റിനേക്കാളും കൂടുതലാവുന്ന അവസ്ഥയിൽ വാട്ട് ഹാപ്പൻസ്, പ്രൊഡക്ടിവിറ്റി കണ്ടിന്യൂസ് അല്ലേ. ഒരു ബിസിനസ്സുകാരൻ എന്ത് ചെയ്യും, പ്രൊഡക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യുന്നു. ദെൻ ഒരു പോയിന്റിൽ എത്തുമ്പോൾ വെൻ മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ആവറേജ് പ്രൊഡക്റ്റ് മീറ്റ് ഈച്ച് അതർ, ദാറ്റ് ഈസ് ദ ഒപ്റ്റിമൽ പോയിന്റ്. ആ ഒപ്റ്റിമൽ പോയിന്റിൽ അത് മാക്സിമം ഓപ്റ്റിമൽ പ്രൊഡക്ടിവിറ്റി ആണ്, അതാണ് ഫെയർ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. അതിനുശേഷവും വീണ്ടും ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മുടെ മാർജിനൽ പ്രൊഡക്റ്റ് ഗോസ് ഓൺ ഡിക്രീസിങ്, അത് നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ആഫ്റ്റർ ദിസ് അഡീഷണൽ ലേബർ ഡിക്രീസസ് എഫിഷ്യൻസി. അപ്പൊ നമ്മൾ ഏത് പോയിന്റിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും എന്ത് കൂട്ടാൻ പാടില്ല, തൊഴിലാളികളുടെ എണ്ണം കൂട്ടാൻ പാടില്ല. ഏത് പോയിന്റിന് ശേഷം, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു കൃഷിഭൂമി ഉണ്ടെന്ന് വിചാരിക്കുക, 5 ഏക്കർ കൃഷിഭൂമി ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ അഡീഷണലി നമുക്ക് കിട്ടുന്ന പ്രൊഡക്ടിവിറ്റി, അത് പിന്നെ ഓരോ തൊഴിലാളികളുടെ പ്രൊഡക്ടിവിറ്റിയും, ഇത് രണ്ടും ഈക്വൽ ആവുന്ന ഒരു പോയിന്റിൽ വാട്ട് ഹാപ്പൻസ്, ദാറ്റ് ഈസ് ദ എഫിഷ്യൻസി പോയിന്റ്. ആ സമയത്ത് നമ്മുടെ ബെസ്റ്റ് യൂസ് ഓഫ് ലേബർ ആണ്. പിന്നെയും നമ്മൾ ലേബറിന്റെ എണ്ണം, തൊഴിലാളികളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റിൽ നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റ് ഈക്വൽ ആവുന്ന പോയിന്റിൽ നമ്മൾ മാക്സിമം എഫിഷ്യൻസി പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ വീണ്ടും ഒന്നുകൂടി നമുക്ക് സിമ്പിൾ ആയിട്ട് പറയട്ടെ, വെൻ എം പി ഇസ് ഗ്രേറ്റർ ദാൻ എ പി, അതായത് മാർജിനൽ പ്രൊഡക്റ്റ് ആണ് ആവറേജ് പ്രൊഡക്റ്റിനേക്കാൾ കൂടുതൽ. ആ ഡയഗ്രാം നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം കേട്ടോ, മാർജിനൽ പ്രൊഡക്റ്റ് ആണ് കൂടുതൽ ആവറേജ് പ്രൊഡക്റ്റിനേക്കാളും. ഇപ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ മാർജിനൽ പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റിനേക്കാൾ കുറയുന്ന അവസ്ഥയിൽ ആവറേജ് പ്രൊഡക്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് എ പിയുടെ മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത്. ഇത് വെച്ച് നമുക്ക് പറഞ്ഞു നോക്കാം. നോക്കൂ, വെൻ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ആവറേജ് പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റിനേക്കാളും കൂടുതലുള്ള സമയത്ത് ആവറേജ് പ്രൊഡക്റ്റും കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ദെൻ വെൻ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ലെസ് ദാൻ ആവറേജ് പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റും കുറയുന്നു. ഇത് മീറ്റ് ചെയ്യുന്ന, ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റ് ഉണ്ടല്ലോ, അതാണ് ആവറേജ് പ്രൊഡക്റ്റിന്റെ മാക്സിമം പോയിന്റ്. നോക്കൂ, ഇത് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് ആവറേജ് പ്രൊഡക്റ്റിന്റെ ഏറ്റവും ഉയർന്ന ഭാഗം. ആവറേജ് പ്രൊഡക്റ്റിന്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഏത് പോയിന്റിലാണ്, എം പിയും എ പിയും, മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് ഏതിന്റെ മാക്സിമം പോയിന്റ്, ആവറേജ് പ്രൊഡക്റ്റിന്റെ മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത്, മാക്സിമം പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഇതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക കേട്ടോ. വളരെ സിമ്പിളായ, എക്കണോമിക്സ് അറിയുന്ന എല്ലാവർക്കും സിമ്പിളായ ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഇത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം, MCQ ക്വസ്റ്റ്യൻ മാത്രമാണ് ഇന്ന് നമ്മൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അത് വായിച്ചു നോക്കാം. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ എന്താ പറഞ്ഞത്, എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, ദാറ്റ് ഇസ് മാത്തമാറ്റിക്കൽ നമ്മൾ പറയുന്നത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. സോ ഔട്ട്പുട്ടിനെ നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, Q എന്ന് പറഞ്ഞിട്ടാണ് ഔട്ട്പുട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. Q ഈസ് എ ഫംഗ്ഷൻ ഓഫ് ലേബർ, ക്യാപിറ്റൽ, ടെക്നോളജി, അങ്ങനെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇത്രയും ഘടകങ്ങൾ കൊണ്ടാണ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ് റിലേഷൻഷിപ്പ്. ഇനി നമ്മൾ ഫംഗ്ഷൻ, പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ഉണ്ട്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് റിട്ടേൺസ് ടു ഫാക്ടർ എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്നു. അവിടെ ഒരു ടോട്ടൽ പ്രൊഡക്റ്റ് കർവ് വെച്ചിട്ടാണ് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റ് കർവും പറഞ്ഞു അല്ലെ. ആക്ച്വലി ഇതെല്ലാം കൂടെ ഒരു ഡയഗ്രാമിലാണ് നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നത് അല്ലെ. ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്, ദെൻ 12th പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല.
ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ആ ഒരു ഡയഗ്രാം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം. ആവറേജ് പ്രൊഡക്റ്റിന്റെ അത് നമ്മളിങ്ങനെ ആലോചിച്ച് വെക്കുക. നമ്മുടെ ഒരു ഫാക്ടറിനെ വേരിയബിൾ ഫാക്ടറായ ലേബർ മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. ആ ലേബറിൽ നമ്മൾ മാറ്റം വരുത്തുന്നതനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ടിൽ ഏതൊക്കെ രീതിയിലാണ് മാറ്റം വരിക, അത് മീൻസ് ടോട്ടൽ പ്രൊഡക്റ്റിൽ ഏതൊക്കെ രീതിയിലാണ് ഔട്ട്പുട്ട് ആൻഡ് ടോട്ടൽ പ്രൊഡക്റ്റ് സെയിം. സോ ടോട്ടൽ പ്രൊഡക്റ്റിൽ എന്തെങ്ങനെയാണ് മാറ്റം വരുന്നത്? നമ്മൾ ഇൻപുട്ടിൽ ആയ വേരിയബിൾ ഫാക്ടറായ ലേബർ ആദ്യം ഉയർത്തുന്ന സമയത്ത് നമ്മുടെ ഔട്ട്പുട്ടിലും ടോട്ടൽ പ്രൊഡക്റ്റിലും ഒരുപോലെ തന്നെ വർധനവ് ഉണ്ടാവുന്നു. പക്ഷെ വീണ്ടും വീണ്ടും നമ്മൾ വേരിയബിൾ ഫാക്ടർ മാത്രം കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ വർധനവ് ഉണ്ടാവും രണ്ടാമത്തെ സ്റ്റേജിൽ. പക്ഷെ ആ വർധനവ് വളരെ ചെറിയ രീതിയിലുള്ള വർധനവാണ്. അതാണ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു ഫാക്ടർ എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേജിലാവുമ്പോഴേക്കും എന്ത് ചെയ്യും, മാക്സിമം പോയിന്റ് എത്തിയതിനു ശേഷം എന്ത് ചെയ്യാണ്, നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റ് ആയ ഔട്ട്പുട്ട് ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണങ്ങൾ സഹിതം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഡിമിനിഷ് ചെയ്യുന്ന ഒരു അവസ്ഥ എത്തുകയാണ്. അപ്പൊ അവിടെ തന്നെ നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്താണെന്ന് പഠിക്കണം. മാർജിനൽ പ്രൊഡക്റ്റ് മീൻസ് വാട്ട് ഇറ്റ് ഈസ് അഡീഷൻസ് ഓഫ് ദിസ് ടോട്ടൽ പ്രൊഡക്റ്റ് മീൻസ് വാട്ട് ഈസ് അഡീഷൻസ് ഓഫ് മാർജിൻ, സമ്മേഷൻ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ്. എത്രയാണോ വർധനവ്, 2 തൊഴിലാളികളെ കൂട്ടി, 3 തൊഴിലാളികളെ കൂട്ടി, 4 തൊഴിലാളികൾ, ഇങ്ങനെ ഈ അഡീഷൻ സമ്മേഷൻ ഓഫ് ദിസ് മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ദാറ്റ് ഓഫ് ടോട്ടൽ പ്രൊഡക്റ്റ്. നമ്മളിവിടെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ലേബർ ആയതുകൊണ്ട് ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ലേബർ എന്നും നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ. ദെൻ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷണൽ ഫാക്ടർ, അഡീഷണൽ പ്രൊഡക്ടിവിറ്റി ദാറ്റ് വി ഗെറ്റ്സ്. ദെൻ ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർ യൂണിറ്റ് ഓഫ് ലേബർ, പെർ യൂണിറ്റ് ലേബർ ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദാറ്റ് ഓഫ് ദി ഔട്ട്പുട്ട്. ഓരോ യൂണിറ്റ് ലേബറിന്റെയും എത്രയാണ് ഔട്ട്പുട്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, അതാണ് ആവറേജ് പ്രോഡക്റ്റ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, മാർജിനൽ പ്രോഡക്റ്റ് എത്ര കാലം ആവറേജ് പ്രോഡക്റ്റിന് മുകളിലായിട്ടുണ്ടോ ആ സമയത്തൊക്കെ ആവറേജ് പ്രോഡക്റ്റും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അഡീഷണൽ യൂണിറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി, അഡീഷണൽ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ അത് കൂടുന്നതനുസരിച്ച് നമ്മുടെ അതായത് അത് ഉയർന്നിരിക്കുന്ന അർത്ഥം നമ്മുടെ ആവറേജ് പ്രൊഡക്റ്റും കൂടുകയാണ്. പക്ഷേ ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും മീറ്റ് ചെയ്യുന്ന പോയിന്റിന് ശേഷം പിന്നെയും നമ്മൾ ലേബറിനെ കൂട്ടുവാണെങ്കിൽ എന്താണ് സംഭവിക്കുക, ആവറേജ് പ്രൊഡക്റ്റിനെ കൂട്ടുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയോ? ദെൻ നമ്മൾ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പറഞ്ഞു. ആ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, എല്ലാ ഫാക്ടേഴ്സും എന്താണ്? വേരിയബിൾ ഫാക്ടേഴ്സ് ആണ്. അവിടെ ഫിക്സഡ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല. അത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യനിലേക്ക് നോക്കി നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ്. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏത് സിറ്റുവേഷനിലാണെന്ന്? മോർ യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഇൻപുട്ട് ആർ ആഡഡ് ടു ഫിക്സഡ് ഇൻപുട്ട്, ദ അഡീഷണൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഈച്ച് ന്യൂ യൂണിറ്റ് ഇൻക്രീസ്. അതാണോ ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കുറേ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഫാക്ടേഴ്സ് നമ്മൾ കൂട്ടുന്ന അനുസരിച്ച് എന്ത് ചെയ്യണം, അഡീഷണൽ ഔട്ട്പുട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണോ ഡിമിനിഷിംഗ് റിട്ടേൺസ്? അതോ ആസ് മോർ യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഇൻപുട്ട് ആർ ആഡഡ് ടു ഫിക്സഡ് ഇൻപുട്ട്, ദ ടോട്ടൽ ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യും? അതാണോ? അതോ ആസ് മോർ യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഇൻപുട്ട് ആർ ആഡഡ് ടു ഫിക്സഡ് ഫാക്ടേഴ്സ്, ദ അഡീഷണൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഈച്ച് ന്യൂ യൂണിറ്റ് ഇവൻച്വലി ഡിക്രീസസ്. നമ്മൾ വേരിയബിൾ ഇൻപുട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അഡീഷണൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യുന്നതാണോ? അതോ ആസ് മോർ യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഇൻപുട്ട് ആർ ആഡഡ് ടു ഫിക്സഡ് ഫാക്ടേഴ്സ്, ദ മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആവും? ഇതാണോ ഡിമിനിഷിംഗ് റിട്ടേൺസ്? ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതറിയും, ഇതിന്റെ ആൻസറും അറിയും അല്ലെ. എന്താണ്? ദ അഡീഷണൽ ഔട്ട്പുട്ട്, നമ്മളുടെ മോർ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്സ് ആർ ആഡഡ് ടു ഫിക്സഡ് ഇൻപുട്സ്, നമുക്ക് കിട്ടുന്ന അഡീഷണൽ ഔട്ട്പുട്ട് അത് കുറയുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ ഒരു സ്റ്റേജിലാണെന്ന്. ഓക്കെ. അപ്പൊ ഇതിൽ ബി ഓപ്ഷൻ ആയിട്ടാണ് എല്ലാവർക്കും ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യത. ബി ആണോ സി ആണോ എന്നുള്ള രീതിയിലാണ് കൺഫ്യൂഷൻ വരുന്നത്. നമുക്ക് ബി ഒരേപോലെ തന്നെ പറയുന്നത്. ഇവിടെ എന്താണ്? ആസ് മോർ യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഇൻപുട്ട് ആർ ആഡഡ് ടു ഫിക്സഡ് ഇൻപുട്ട്, ടോട്ടൽ ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ സി എന്ന് പറഞ്ഞ ഓപ്ഷൻസിൽ പറയാനുള്ള കാരണം എന്താ? അഡീഷണൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഈച്ച് ന്യൂ യൂണിറ്റ് ഓഫ്, അപ്പം ഇത് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ് എന്നല്ലേ പറഞ്ഞ? മാർജിനൽ മീൻസ് അഡീഷണൽ. അപ്പൊ ന്യൂ യൂണിറ്റിലാണ് മാറ്റം ഉണ്ടാവുക. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസുമായിട്ട് കൂടുതൽ സാമ്യമുള്ളത് ഓപ്ഷൻ സി ആണ്. ഓക്കെ. സോ ഐ തിങ്ക് ഇന്നത്തെ നമ്മുടെ സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.